സെയ്ഫ് അലി ഖാൻ അദ്ദേഹത്തിന് കുത്തേറ്റ കാര്യം നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇപ്പോൾ കുത്തേറ്റ പ്രതിയെ പോലീസ് പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ വാർത്തകൾ വരുന്നത് കുത്തിയ പ്രതി വ്യാജനാണെന്ന്. അതിലെ വാസ്തവം എന്താ സർ? അതായത് ദിവസം ചെല്ലുന്തോറും ഈ സെയ്ഫ് അലി ഖാൻ്റെ കേസ് വഷളാവുകയാണ്. ഇന്നിപ്പോൾ 2-3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, സെയ്ഫ് അലി ഖാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെയ്ഫ് അലി ഖാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ല, സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ പോലീസ് പോയിട്ടാണ് മൊഴി എടുത്തിരിക്കുന്നത്. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 2, മൂന്നാമതായിട്ട് ഈ പ്രതിയെ പിടിച്ചിട്ടുണ്ടല്ലോ, ആ പ്രതിയുടെ ബാപ്പയോട് മാധ്യമങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അയാൾ ധാക്കയിലാണ്, ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്. ബംഗാളി മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ല. ദേശീയ ചാനലുകളിൽ അദ്ദേഹം ബംഗാളിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ദേശീയ ചാനലുകളിൽ ബംഗാളി അറിയാവുന്ന ആളും കാണുമല്ലോ, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കിൽ. 2ലും ഉണ്ടായിരുന്നു, CNN-ലും ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കിലും ഇവർ ബാപ്പ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാപ്പ പറയുന്നൊരു പ്രധാനപ്പെട്ട സംഗതി, ആ CCTV ദൃശ്യങ്ങളിൽ ഒരാൾ വന്നിരുന്നല്ലോ, അത് എൻ്റെ മകനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ CCTV ദൃശ്യത്തിലെ ആൾ വേറെയാണെന്ന് മുമ്പ് ഈ പ്രതിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞാണ്, 2ഉം 2ആണ്. കാരണം അത് ആ ഫിസിക്ക് ഉണ്ടല്ലോ, ശരീരം 2ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഈ മുടി എല്ലാ കാലത്തും എൻ്റെ മകൻ്റെത് ഒരേ സ്റ്റൈലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മുടിയാണ് ഈ പ്രതിയുടെ. അതിങ്ങനെ കുറേ ഭാഗം ഒരു ടഫ്റ്റ് ഓഫ് ഹെയർ എന്ന് പറയില്ലേ, മുമ്പിലെ കുടുമ എന്ന് പറയുന്ന വിധത്തിലാണ് നിൽക്കുന്നത് മുടി. അതെപ്പോഴും അങ്ങനെയായിരുന്നു. മറ്റേ CCTV ദൃശ്യത്തിലുള്ള ആളുടെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന പ്രതിയുടെ ശരിക്കുള്ള പേര് ഷെരീഫുൽ ഇസ്ലാം ഷഹ്സാദ് മുഹമ്മദ് റോഹില അമീൻ ഫക്കീർ എന്നാണ് മൊത്തം പേര്. 30 വയസ്സ്. ഈ ബാപ്പയുടെ പേര് റൂഹുൽ അമീൻ ഷക്കീർ എന്നാണ് ബാപ്പയുടെ പേര്. ബാപ്പ അവിടെ ഒരു ചണ കമ്പനിയിൽ ക്ലർക്ക് ആണ്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ബാപ്പയ്ക്ക് 7000 രൂപ ഇയാൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു 7000. ഈ ഗൂഗിൾ പേ ആണല്ലോ കുഴപ്പമായെന്ന് പോലീസ് പറയുന്നത്. അതൊരു കടയിൽ മൊബൈലിൻ്റെ കവർ മേടിച്ചത്, അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതിനൊക്കെ ഗൂഗിൾ പേ ചെയ്താണ് കുഴപ്പമായതെന്നാണ് പോലീസ് പറയുന്നത്. ബാപ്പയ്ക്ക് 7000 രൂപ എന്തായാലും കൊടുത്തു. വലിയ വരുമാനമൊന്നും ഇല്ലാതെ തന്നെ 7000 രൂപ കൊടുത്തിട്ടുണ്ട്. അതെവിടെ നിന്ന് വന്നാണെന്ന് അറിയില്ല. പിന്നെ 3000 രൂപ കയ്യിലുണ്ട് എന്ന് ബാപ്പയെ വിളിച്ചിട്ട് ഇവൻ പറഞ്ഞു എന്ന് ബാപ്പ പറയുന്നുണ്ട്. അത് ഏതാനും ദിവസത്തെ ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണത്തിന് വേണ്ടി എനിക്ക് ആവശ്യമുണ്ട്, അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഈ 7000 രൂപ കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മാധ്യമങ്ങളിൽ മകൻ്റെ ചിത്രം വരുന്നത് കണ്ടത്, CCTV ദൃശ്യമൊക്കെ. അപ്പോൾ അത് ഞെട്ടിച്ചു എന്ന് ബാപ്പ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമൊന്നും അങ്ങനെ ഇല്ല, ഇങ്ങനെ അവൻ ചെയ്യേണ്ട കാര്യവുമില്ല, സങ്കല്പത്തിനപ്പുറമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ബാപ്പയ്ക്ക് 54 വയസ്സാണ്. ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ വയ്യ, ഈ ഇത്രയും കിലോമീറ്റർ അകലെ, 1000 കിലോമീറ്ററൊക്കെ അകലെ വന്നിട്ട് നിയമ സഹായം ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നില്ല. കാരണം ഉടനെ തന്നെ നിയമസഹായത്തിന് ആളൊക്കെ വന്ന് കൂടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇയാൾക്ക് 30 വയസ്സാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ടാണ്, പിന്നീട് പഠിച്ചില്ല, കാര്യമായിട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. ഒരു ഏജൻറ്റ് ഇവിടെ വന്നിട്ട് ഒരു ഏജൻറ്റിന് പൈസ കൊടുത്തിട്ടാണ് ഇന്ത്യയിലേക്ക് അതിർത്തി കടത്തി വിട്ടത്. ഗ്രാമം തന്നെ ഉണ്ടല്ലോ ഏജന്റ്, അതിർത്തി കടത്തി വിട്ടത്. രാജ് ബറിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ 6 വർഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. രാജ് ബറിയ എന്ന് പറഞ്ഞ ബംഗ്ലാദേശ്, അതായത് നമ്മുടെ അതിർത്തിയിലുള്ള ഗ്രാമമാണ്. അവിടെ 6 കൊല്ലം ഇയാൾ മോട്ടോർ സൈക്കിളിൽ യാത്രക്കാരെ, ഈ ബാംഗ്ലൂരിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വേറൊരു ദൂരം വരെ പോകാനായിട്ട് 5 രൂപ മേടിക്കുക, 10 രൂപ മേടിക്കുക എന്നുള്ളത്, ഫെറി ചെയ്യുക, മോട്ടോർ ബൈക്കിൽ ആളുകളെ കൊണ്ടുപോവുക, ഓട്ടോറിക്ഷയിൽ പോകുന്ന പോലെ മോട്ടോർ ബൈക്കിലും പോവുക. ആ പണി ഇയാൾ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ രേഖയില്ലാതെ 1 മാസം മറ്റേ ബംഗാളിൽ വന്നിട്ട് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു, രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഈ ബാപ്പ പറയുന്ന ഒരു വാചകം വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. അത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത കാരണമാണ് അവൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന് ബാപ്പ പറഞ്ഞത് വിചിത്രമായിട്ട് തോന്നി. ഒരു പൊളിറ്റിക്സും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് പോലീസ് എടുത്തിട്ടുണ്ട് ഇയാളുടെ. 2 മാസം മുമ്പാണ് അതിർത്തി കടന്നതെന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ വീട്, പ്രതിയുടെ വീട് ജലാക്കോത്തി എന്ന് പറഞ്ഞ ജില്ലയിലാണ്, ബംഗ്ലാദേശിൽ. ഈ പോലീസ് സഹോദരനെ വിളിപ്പിച്ചു ഇയാളുടെ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന്. സഹോദരനെ കൊണ്ടാണ് ജനന സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് എടുപ്പിച്ച് വാട്സാപ്പിൽ എത്തിച്ച് പോലീസ് മേടിച്ചത്. ഫോറിനേഴ്സ് ആക്ട്, പാസ്പോർട്ട് ആക്ട്, ഇതിൻ്റെ പേരിലൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. അവസാനം ചിലപ്പോൾ ഈ കേസുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ നിലനിൽക്കുക. ആ വഴിക്കാണ് കേസിൻ്റെ പോക്ക്. ഇന്ത്യൻ പാസ്പോർട്ട് അയാൾ ആഗ്രഹിച്ചു, കാശ് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരുന്നു എന്ന് ഇവർ പറയുന്നു. ജനുവരി 16-ാം തീയതി പുലർച്ചെ 2:30 ആണ് ഈ വീട്ടിലെത്തിയതെന്നാണ് പോലീസിൻ്റെ വേർഷൻ. ഇതിലൊക്കെ മാറ്റമുണ്ട് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ. ഈ സെയ്ഫിൻ്റെ വീട്ടിലെ അക്രമം കഴിഞ്ഞിട്ട് വേഷം മാറി, അത് കഴിഞ്ഞ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് താനയിലേക്ക് ദാദർ വർലി വഴി ലോക്കൽ ട്രെയിനിൽ പോയി. ഈ ബാക്ക് പാക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഗൂഗിൾ പേ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തപ്പോഴാണ്, വേറെ വെർഷനും ഉണ്ട്, മൊബൈലിൻ്റെ കവർ മേടിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ ഇയാൾ ക്രോസ് ചെയ്യുന്ന CCTV ദൃശ്യം ഉണ്ടായിരുന്നു. അത് രാവിലെ 7 മണിക്കാണ്. അത്രയും നേരമൊക്കെ ആ പ്രദേശത്ത് തന്നെ ഉണ്ട്, ബാന്ദ്രയിൽ ഉണ്ടായിരുന്നു. പിന്നെ വേറെ വേഷത്തിലാണ് പിന്നെ പോയത്. വർലിയിലൊരു പബ്ബിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു. ലേബർ കോൺട്രാക്ടർ വരെയാണ്. പിന്നെയാണ് താനയിൽ ജോലിക്ക് പോയത്. ഈ കോൺട്രാക്ടറിൽ നിന്നാണ്, ഒരു കോൺട്രാക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ, കോൺട്രാക്ടറെ തേടിപ്പിടിച്ചിട്ട് അയാളുടെ അടുത്ത് നിന്നാണ് ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് സംഘടിപ്പിച്ചത്. ഇയാൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് സംഭവം കഴിഞ്ഞിട്ട്. വർലിക്ക് പോകും മുമ്പ് വസ്ത്രം മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉറക്കം ബസ് സ്റ്റോപ്പിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. മേഘാലയ അതിർത്തിയിലെ ഡോക്കി പുഴ കടന്നാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പശ്ചിമ ബംഗാളിലേക്ക് പോയി ഏതാനും ആഴ്ച അവിടെ താമസിച്ചത്. അവിടുത്തെ ഒരാളുടെ ആധാർ സിം എടുക്കാൻ വേണ്ടി വാങ്ങിച്ചിരുന്നു. ഒരാളുടെ ആധാർ, അത് കൊക്കോമണി ജഹാംഗീർ സേഖ് എന്ന് പറഞ്ഞൊരാളുടെ ആധാറാണ് മേടിച്ചത് ഇതിനു വേണ്ടിയിട്ട്. പല ജില്ലകളിലും ജോലി ചെയ്തു. ആധാർ കാർഡ് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല ഈ മുംബൈയിലേക്ക് വരുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ രേഖകൾ വേണ്ടാത്ത ചോദിക്കാത്ത സ്ഥലങ്ങളിലാണ് പണിയെടുത്തത് ഇയാൾ. ആധാർ ചില സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുമല്ലോ, ഹോട്ടലുകളിൽ ലോഡ്ജുകളിലുമൊക്കെ ചോദിക്കാറുണ്ടത്. അമിത് പാണ്ഡെ എന്നൊരു ലേബർ കരാറുകാരനാണ് ഇയാൾക്ക് ജോലിയൊക്കെ കൊടുത്തത്, പബ്ബുകളിൽ, ഹോട്ടലുകളിൽ, വർലിയിലും താനയിലും ഒക്കെ. അപ്പോൾ ഈ മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ വീട്ടിൽ കയറാനായിട്ട് ഇയാൾ ശ്രമിച്ചതാണ്, ഈ സെയ്ഫ് അലിഖാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. പക്ഷേ അവിടെ പട്ടികൾ കുരച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ കയറി. ഇത്രയുമൊക്കെയാണ് പോലീസിൻ്റെ തിരക്കഥ. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് കളയുന്നതാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ പോലീസ് ഇവിടെ 2:30 എന്നാണല്ലോ ഈ പോലീസ് കേസിലൊക്കെ, 2 മണിക്കാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചതായിട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് 4:13 പുലർച്ചെ. സംഭവം കഴിഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. രാവിലെ 8:30 FIR ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 6 കുത്തെന്നല്ലേ ഇതുവരെയൊക്കെ മനസ്സിലാക്കിയിരുന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്ന 5 കുത്തിൻ്റെ കാര്യമാണ്. മറ്റേ മൊഴിയിൽ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെയാണ് പറഞ്ഞത്. അതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാം നിലയിലാണ് ഉറങ്ങിയിരുന്നത് സെയ്ഫ് അലി ഖാൻ. 11ാം നിലയിലാണ് ഈ മകൻ ഉണ്ടായിരുന്നത് ജഹാംഗീർ. അവിടുത്തെ ബഹളം കേട്ടിട്ടാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എൻ്റെ കൂടെ കരീന കപൂർ ഉണ്ടായിരുന്നു എന്ന് മൊഴിയിൽ സെയ്ഫ് അലി ഖാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ
ഇപ്പോൾ ബാപ്പ പറഞ്ഞ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈ പ്രതിയുടെ കാര്യത്തിൽ. കാരണം CCTVയിലുള്ളത് ആരെന്നുള്ള ചോദ്യം മകനല്ല. ഉയർന്നു. അത് എൻ്റെ മകനല്ല എന്ന് പറഞ്ഞതോടുകൂടി അത് ഇപ്പോൾ ദേശീയ ചാനലുകളും ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരാളുടെ ചിത്രം പോലീസ് എന്തായാലും കാണിച്ചിട്ടുണ്ട്. അയാളാണോ ശരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, ഇയാൾ വ്യാജപ്രതിയാണോ, ഇനി ഇയാൾക്ക് എന്തായാലും പൈസ കിട്ടണമല്ലോ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. കുറച്ച് ദിവസം ജയിലിലോ മറ്റോ കിടന്നിട്ട് പുറത്താക്കാവുന്ന വിധത്തിലാണ് ഈ കേസിൻ്റെ പോക്ക്. കാരണം പാസ്പോർട്ട് കേസോ വ്യാജരേഖ കേസോ മറ്റോ ആയിട്ട് ചുരുങ്ങും. ഇയാളാണ് കുത്തിയത് എന്നുള്ളത് തെളിയിക്കാനൊക്കെ പ്രയാസമാണ്. എന്തുകൊണ്ട് ആ CCTV ദൃശ്യത്തിൽ വേറൊരാളാണെങ്കിൽ പിന്നെ ഇയാളാണ് പ്രതി എന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. 12ാം നിലയിലോ 11ാം നിലയിലോ ഒക്കെ ഇയാളെങ്ങനെ എത്തി തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ. ആ ഭാഗത്ത് താമസിച്ചിരുന്ന ആളാണ് നമ്മുടെ അർണബ് ഗോസ്വാമി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ഈ പൈപ്പുകളുടെ ഉള്ളിൽ കൂടിയൊക്കെ തലയിട്ട് ആ മുകളിൽ ബാത്റൂമിൽ ഇറങ്ങി എന്നാണല്ലോ പറയുന്നത് ആദ്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകണം. പൈപ്പിൻ്റെ ഉള്ളിലേക്ക് തലയൊക്കെ കയറ്റി അറ്റം വരെയൊക്കെ ചെന്നിട്ട് പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ പ്രതി പറയണതും കള്ളത്തരം, പോലീസ് പറയണത് കള്ളത്തരം, ഡോക്ടർ പറയുന്ന കള്ളത്തരം. ഡോക്ടർ പറഞ്ഞു 2 മണി കഴിഞ്ഞപ്പോൾ വന്നിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് 4:13 എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ഇതിൽ മൊത്തം തിരക്കഥകളുടെ ഒരു ബഹളം തന്നെയാണ്. കുറേ പോലീസുകാരൊക്കെ കഥ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് പോലീസ് ഏത് കേസിൽ പറഞ്ഞാലും ഗ്രീഷ്മയുടെ കേസാണെങ്കിലും ഒക്കെ നമ്മൾ വരികൾക്കിടയിൽ വായിച്ചിട്ട് വേണം കാര്യങ്ങൾ എടുക്കാൻ. നല്ല സ്ട്രോങ് ആക്കും. കേരളത്തിൽ വളരെ അറിയപ്പെട്ടിരുന്ന ഒരാൾ ഈ ഗൂഢാലോചന തെളിയിക്കാനൊക്കെ ആയിട്ട് ഇല്ലാത്ത ആളുകളെയൊക്കെ ഉൾപ്പെടുത്തുമായിരുന്നു. 3 പ്രതികളൊക്കെ മിക്കവാറും കേസിൽ അദ്ദേഹം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം പക്ഷെ പെട്ട് കിടക്കുകയാണ് മറ്റേ നമ്പിനാരായണൻ കേസിൽ. വളരെ അറിയപ്പെടുന്ന ഒരു അന്വേഷകൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ പോലീസിൻ്റെ കഥയിൽ ഒരുപാട് സംശയങ്ങൾ, ഈ തിരക്കഥ അത്ര ശരിയായിട്ടില്ല ഇതിൻ്റെ അകത്ത് പോലീസിൻ്റെ. അതിൽ കേരള പോലീസിൻ്റെ ഒരു മാത്രമല്ല പോലീസിന് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാളെ പിടിച്ചേ പറ്റുള്ളൂ. ഈ CCTV ദൃശ്യവുമായിട്ട് സാമ്യമുള്ള ഒരാളെയാണ് ആ ബീഹാർ അവിടെ ആ ഭാഗത്തു നിന്ന് ഒരാൾ പിടിച്ചില്ലേ, രാത്രി പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അവർ 2 പേരും CCTV അതും തമ്മിൽ ഒക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് സെയ്ഫ് അലി ഖാൻ്റെ കേസ്. അപ്പം നമുക്കറിയാം സെയ്ഫ് അലി ഖാൻ ഇനി പുതിയ തിരക്കഥ എന്താ വന്നതെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.